ഹൈഫൻ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാറ്റ മോട്ടോഴ്സുമായും അദാനി ഗ്രൂപ്പുമായും ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റു ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ രാവിലെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. വൈകുന്നേരം ക്ലോസ് ചെയ്തപ്പോൾ ഒരു 114 പോയിന്റ്, ഏകദേശം 0.47% നിഫ്റ്റി ഉയർന്ന് 24,461 ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. 195 പോയിന്റ് താഴ്ന്ന് 54,919 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 294 പോയിന്റ്, ഏകദേശം 0.37% ഉയർന്ന് 80,796 ക്ലോസ് ചെയ്തത്. ഇന്നത്തെ നിഫ്റ്റിയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 2023 സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ വെറും 865 സ്റ്റോക്കുകൾ മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇനി നാളെ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50-ലധികം കമ്പനികളുടെ റിസൾട്ട് നാളെ വരുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ പേടിഎം, ബാങ്ക് ഓഫ് ബറോഡ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ആധാർ ഹൗസിംഗ് ഫിനാൻസ്, ആർഡി ഡ്രഗ്സ്, അലബിക് ഫാർമ, ബാങ്ക് ഓഫ് ബറോഡ, സിജി പവർ, ഗോദ്രേജ് കൺസ്യൂമർ, കജാരിയ സെറാമിക്സ്, റാഡിക്കോ ഗൈത്താൻ തുടങ്ങിയ കമ്പനികളാണ്. ഈ കമ്പനിയുടെ പേര് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യയിലെ ഐഫോൺ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ട്രേഡ് വാറിൻ്റെ ഒരു നല്ല ഗുണമെന്ന് വേണമെങ്കിൽ പറയാം ഇതിന്. ഈ വരുന്ന ജൂൺ ക്വാർട്ടറിൽ US ആവശ്യമുള്ള മൊത്തം ഈ ഐഫോണിൻ്റെ നല്ലൊരു ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ള ഐഫോണുകളായിരിക്കും ആപ്പിൾ സോഴ്സ് ചെയ്യുന്നതെന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഏകദേശം $14 ബില്യൺ മൂല്യമുള്ള ഐഫോണുകൾ US ആവശ്യമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ഫോക്സ്കോണിൻ്റെയും ടാറ്റ ഇലക്ട്രോണിക്സിൻ്റെ ഫാക്ടറിക്ക് അത് പറ്റുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. FY26 ഇന്ത്യയിലെ മൊത്തം ഐഫോൺ പ്രൊഡക്ഷൻ ഏകദേശം 40 ബില്യൺ ടച്ച് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ 80% US മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിരിക്കും. ബാക്കി വരുന്നത് ഇന്ത്യയിൽ തന്നെ സെയിലിനായിരിക്കും. 2024 40 മുതൽ 45 മില്യൺ ഐഫോൺസ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അതിൽ തന്നെ 14 മുതൽ 15 മില്യൺ ഫോൺസും US എക്സ്പോർട്ട് ചെയ്യായിരുന്നു. 12 മില്യൺ ഇന്ത്യയിൽ ലോക്കലായിട്ട് സെല് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ വന്ന ഈ ഒരു അപ്ഡേറ്റോടുകൂടി US ഷിപ്മെൻറ്റ് വളരെ വലിയ രീതിയിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ടാറ്റ ഇലക്ട്രോണിക്സിൻ്റെ ഹൊസൂർ പ്ലാന്റ് മെയിനായിട്ടും ഓൾഡർ ഐഫോൺ മോഡൽസാണ് അസംബിൾ ചെയ്യുന്നുള്ളത്. അതുകൂടാതെ ബാംഗ്ലൂരിൽ ഫോക്സ്കോണിൻ്റെ ഒരു $2.8 ബില്യൺ ഒരു ഫെസിലിറ്റി വരുന്നുണ്ട്. അതും അടുത്ത് തന്നെ പ്രൊഡക്ഷൻ തുടങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ മിക്കവാറും US ഐഫോണുകൾ ഏറ്റവും വലിയൊരു ശതമാനം വരുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കും. മറ്റ് ആപ്പിൾ പ്രൊഡക്റ്റുകളായിട്ടുള്ള ഐപാഡ്സ്, മാക്ബുക്സ്, എയർപോഡ്സ് ഇവയെല്ലാം വിയറ്റ്നാമിൽ നിന്നായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് ടാറ്റയുടെ അണ്ടറിലുള്ള ജാഗ്വർ ലാൻഡ് റോവറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജാഗ്വർ ലാൻഡ് റോവർ JLR US ഷിപ്മെൻറ്റ് കഴിഞ്ഞ താരിഫ് വന്ന സമയത്ത് നിർത്തിയിരുന്നു. ഇപ്പോൾ അവരത് വീണ്ടും റെസ്യൂം ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 30 ഓൾറെഡി ഫസ്റ്റ് ബാച്ച് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞു US. JLRൻ്റെ എക്സ്പോർട്ട് വോളിയത്തിൽ ഏകദേശം 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് US മാർക്കറ്റ്. അപ്പോൾ അവർക്കത് വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റ് തന്നെയായിരുന്നു. ട്രംപ് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ആ ഒരു താരിഫിൽ നിന്ന് ചെറിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു. അതിനെ തുടർന്നായിരിക്കാം മിക്കവാറും ഇപ്പോൾ അവരെ എക്സ്പോർട്ട് റെസ്യൂം ചെയ്തത്. അതെന്തായാലും ടാറ്റ മോട്ടോഴ്സിന് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് അദാനിയുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് US ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനായിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം US അവർക്ക് മേലിൽ ഏർപ്പെടുത്തിയ ആ ക്രിമിനൽ ചാർജസ് ഡിസ്മിസ് ചെയ്യാനായിരിക്കും മിക്കവാറും ഈ ഒരു ഡിസ്കഷൻ നടക്കുന്നുള്ളത്. അവരതിനെ തുടർന്ന് ഒരു ഫോറിൻ ബ്രൈബറി ഇൻവെസ്റ്റിഗേഷൻ നേരിടുകയായിരുന്നു. ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ വരികയാണെങ്കിൽ മിക്കവാറും അദാനി കമ്പനിക്കും അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കമ്പനികളുടെ Q4 റിസൾട്ട് നോക്കാം. ആദ്യം നോക്കാൻ വന്നത് RR കേബിളിൻ്റെ ആണ്. അത്യാവശ്യം നല്ല റിസൾട്ടാണ് അവരുടേതായിട്ട് വന്നിട്ടുള്ളത്. അവരുടെ പ്രോഫിറ്റ് 64% വർദ്ധിച്ച് 1.29 ബില്യൺ ആയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ റവന്യൂ 26.4% വർദ്ധിച്ച് 22.18 ബില്യൺ ആയിരുന്നു. വയർ ആൻഡ് കേബിൾസിൻ്റെ സെയിൽസ് 28% വർദ്ധിച്ചിരുന്നു. അതുകൂടാതെ ഇലക്ട്രിക്കൽ ഗുഡ്സിൻ്റെ റവന്യൂ 13% വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നോക്കാൻ പോകുന്നത് CDSLൻ്റെ റിസൾട്ടാണ്. അവരുടെ Q4 പ്രോഫിറ്റ് 22% ഇയർ ഓൺ ഇയർ കുറഞ്ഞ് 100 കോടി ആയിട്ടുണ്ടായിരുന്നു. റവന്യൂ 7% കുറഞ്ഞ് 224.44 കോടിയായിരുന്നു. എക്സ്പെൻസ് വർദ്ധിച്ചിട്ടുണ്ട്, 28% വർദ്ധിച്ചിട്ടുണ്ട് Q4 FY25. കൂടാതെ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ ₹12.50 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തത് അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ ആണ്, ഡിമാർട്ടിൻ്റെ. അവരുടെ Q4 പ്രോഫിറ്റ് താഴ്ന്നിട്ടുണ്ട്. 2.2% താഴ്ന്ന് 551 കോടിയായിരുന്നു. റവന്യൂ 17% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 14,872 കോടിയായിരുന്നു. മാർജിൻസ് കുറഞ്ഞിട്ടുണ്ട്, 6.4% കുറഞ്ഞിട്ടുണ്ട്. ഷോപ്പിലെ ഫുട്ഫോൾസ് കൂടിയിട്ടുണ്ട്, അതിൽ ഏകദേശം 8% വർധനവുണ്ട്. ഇതുകൂടാതെ മറ്റ് ധാരാളം കമ്പനികളുടെ റിസൾട്ട് ഇന്നും ഇന്നലെയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല.
കുറേയൊക്കെ നമ്മുടെ വെബ്സൈറ്റിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.